ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ എക്സാം ഇതാ എത്തിയിരിക്കുകയാണ്. മാത്സിന്റെ എക്സാം ആണ് നിങ്ങൾക്ക് അടുത്തത്. സോ ഒരു A ഗ്രേഡ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടെണ്ണം ക്ലബ്ബ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നോട്ടുകളെ പറ്റി പറയുന്ന ചോദ്യം, അതേപോലെ 1000, 100, 10 ഇതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാൻ അറിയുമോ, അതോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ടേബിൾസ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കില്ലേ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു ചോദ്യം കൂടെ കമ്പൈൻ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണെന്ന് നോക്കാം അല്ലേ. ദ സാലറി റിസീവ്ഡ് ബൈ രേഖ, ബിൻസി ആൻഡ് അരുൺ ലാസ്റ്റ് മന്ത് ആർ ഗിവൺ ബിലോ. രേഖ, ബിൻസി, അരുൺ എന്നിവർക്ക് കഴിഞ്ഞ മാസം ലഭിച്ച ശമ്പളം താഴെ കൊടുക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നോക്കിക്കേടാ, നമ്മുടെ അരുണിന്റെ കയ്യില് 6,2000 ആണുള്ളത് അല്ലെ. 6,2000 എന്ന് പറയുമ്പോൾ 6 into 2000 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 6 × 2 12 കൂടെ 3 0 12,000 വരും അല്ലെ. അടുത്തതോ 200 എന്ന് പറയുമ്പോൾ 2 into 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 200. 8 10 എന്ന് പറയുമ്പോൾ 8 into 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 80. 6 1 എന്ന് പറയുമ്പോഴോ നമുക്ക് 6 കിട്ടും അല്ലെ. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? ഇവിടെ നമുക്ക് 6 കിട്ടും, ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ നമുക്ക് 8 കിട്ടും, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 1. സോ 1 2 2 8 6 എന്ന് നമുക്ക് നമ്മുടെ അരുണിന്റെ കയ്യിലുള്ള തുക ആണെന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ബിൻസിയുടെ കാര്യമാണ് അല്ലെ. ബിൻസിയുടെ കയ്യിൽ 4,2000 2 into 4 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ 8,000 rupees ബിൻസിന്റെ കയ്യില്. 14,100 എന്ന് പറയുമ്പോൾ 1,400. 12 10 എന്ന് പറയുമ്പോൾ 120. 2 1 എന്ന് പറയുമ്പോൾ വെറും 2 അല്ലെ. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ നമുക്ക് 2 കിട്ടി, ഇവിടെ 2 കിട്ടി, 4 1 5 കിട്ടി, 8 1 9 കിട്ടി അല്ലെ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 9 5 2 2 ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിക്കേടാ, നമ്മുടെ രേഖയുടെ കാര്യമാണ് തന്നിട്ടുള്ളത് അല്ലെ. രേഖയുടെ കയ്യിൽ 5,2000 ഉണ്ട് അല്ലെ. 5,2000 എന്ന് പറയുമ്പോൾ 5 into 2 എത്രയാടാ? 10 ആണ്. 10,000 ആണ് വരുന്നത്. 10 100 എന്ന് പറയുമ്പോഴോ യെസ് 1000 ആയിരിക്കും വരുന്നുണ്ടാവുക. 15 10 എന്ന് പറയുമ്പോൾ 150. 5 1 പറയുമ്പോൾ ഇവിടെ 5. ആഡ് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 11155 11155 എന്ന് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? സോ യെസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് വരാൻ പോകുന്നുണ്ട്. സോ അരുണിന്റെ കയ്യിലുള്ളത് 12,286, ബിൻസിയുടെ കയ്യിലുള്ളത് 9,522, അതേപോലെ രേഖയുടെ കയ്യിലുള്ളത് 11,155 സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് യെസ് ഇതാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിച്ചത്? ഹു ഗോട്ട് ദ ഹയസ്റ്റ് സാലറി എന്നാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ സാലറി ലഭിച്ചിട്ടുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചത്. മക്കളെ നോക്കിക്കേടാ, 12,000 9,000 11,000 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? 12,000 ആണല്ലേ. സോ നമ്മുടെ അരുണാണ് ഏറ്റവും കൂടുതൽ സാലറി. അരുണാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായില്ലേ. ഹു ഗോട്ട് ദ ലോവസ്റ്റ് സാലറി? ആർക്കാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിച്ചത്? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിച്ചത്? 9,522 നമ്മുടെ ബിൻസിക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിച്ചത് അല്ലെ. ബിൻസിക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിച്ചിട്ടുള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇതേപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാളത്തെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പഠിച്ചു വെച്ചോളൂ. എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ള കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് എന്റെ മക്കൾ എന്തായാലും സെറ്റാക്കി വെക്കുക. പിന്നെ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ കാര്യം. യെസ്, മാർച്ച് 20 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. സോ ഈ ഒരു അഡ്മിഷനുള്ളിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഡേറ്റിനുള്ള അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, 5 ലക്കി വിന്നേഴ്സിനാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്ന 5 ലക്കി വിന്നേഴ്സിനാണ്. സോ ഈ 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് 6ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവാണല്ലേ. അപ്പൊ സെറ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് സെറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിൽ വെച്ച് കാണാം. ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.